മാസാദ്യം ശമ്പളം വരും. ലോണും വാടകയും ഒക്കെ കഴിഞ്ഞ് മാസാവസാനം ആകുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ ഒരു പൈസ പോലും കാണില്ല. ഈ പരാതി പറയുന്ന ശമ്പളക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കൊരു കിടിലൻ വാർത്തയുമായി സെബി എത്തിയിട്ടുണ്ട്. നമ്മുടെ EPF അല്ലെങ്കിൽ PF പണം ശമ്പളത്തിൽ നിന്ന് നേരിട്ട് കമ്പനികൾ പിടിക്കാറില്ലേ? അതേ മാതൃകയിൽ ഇനി നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് SIP നിക്ഷേപവും നടത്താം. അതായത് ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറയുന്ന തുക കമ്പനി നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റും. പോക്കറ്റിൽ പൈസ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇനി സമയം കളയേണ്ടതില്ല. ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്നല്ലേ? കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് നിക്ഷേപിക്കേണ്ടത്, എത്ര തുക മാറ്റണം എന്ന് കമ്പനി അറിയിക്കാം. കമ്പനി മാസം തോറും ശമ്പളം തരുമ്പോൾ ഈ തുക കുറയ്ക്കും. അത് അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് കൈമാറുകയും ചെയ്യും. സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം അയക്കാൻ പറ്റൂ എന്ന നിലവിലുള്ള നിയമത്തിലാണ് സെബി ഇപ്പോൾ ഇളവ് വരുത്താൻ പോകുന്നത്. പണം കമ്പനി പിടിക്കുമെങ്കിലും ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെയാണ്. ഇതിൽ നിന്നുള്ള ലാഭവിഹിതവും പണം പിൻവലിക്കുമ്പോൾ കിട്ടുന്ന തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും. എപ്പോൾ വേണമെങ്കിലും ഈ പണം നിങ്ങൾക്ക് പിൻവലിക്കാം. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാൻ കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങളും സെബി ഉറപ്പാക്കുന്നുണ്ട്. എല്ലാ ലിസ്റ്റഡ് കമ്പനികളിലെയും EPFO രജിസ്ട്രേഷനുള്ള IT ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ലഭ്യമാക്കുക. മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറി കമ്മിറ്റിയുടെ ഈ നിർദ്ദേശത്തിന്മേൽ ജൂൺ 11 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. സെബിയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ.